ജൂൺ 22. ലോകത്തെ മറക്കേണ്ട, ദൈവത്തെ ഓർക്കാൻ. റബേക്ക, പ്രശസ്തയായ അഡ്വക്കേറ്റ്, സമർത്ഥമായി കേസുകൾ വാദിക്കുന്നവൾ, ആരെയും രസിപ്പിക്കുന്ന സംഭാഷണശൈലിയുടെ ഉടമ. റബേക്ക ഒരിക്കൽ മദർ ആഞ്ചലിക്കായുടെ മുറിയിലേക്ക് കയറി ചെന്നു. പക്ഷേ പതിവിന് വിപരീതമായി അന്നവൾ മൗനിയായിരുന്നു. കാര്യം എന്താണെന്ന് മദർ അന്വേഷിച്ചു. തെല്ലിടനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം റബേക്ക പറഞ്ഞു, എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പള്ളിയിൽ പോകുന്നവളാണ്. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. എനിക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയമാണെനിക്ക്. എന്തുപേക്ഷിക്കുന്ന കാര്യമാണ് റബേക്ക പറയുന്നത്? മദർ ചോദിച്ചു. ഉദാഹരണത്തിന്, എൻ്റെ പുതിയ വീട് ഉപേക്ഷിക്കുന്ന കാര്യം, അവൾ പറഞ്ഞു. റബേക്കായുടെ മറുപടി കേട്ട് മദർ പൊട്ടിച്ചിരിച്ചുപോയി. മദറിൻ്റെ ചിരിയിൽ പങ്കുകൊള്ളാതിരിക്കാൻ റബേക്കയ്ക്കും കഴിഞ്ഞില്ല. എന്തായിരുന്നു റബേക്കയുടെ പ്രശ്നം? ജീവിതത്തിൽ ഒട്ടേറെ സമ്പാദിച്ചവളായിരുന്നു റബേക്ക. ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവൾ വലിയൊരു വീടും പുത്തൻ കാറും മറ്റു സുഖ സൗകര്യങ്ങളുമൊക്കെ നേടിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഭൗതിക രംഗത്തെ നേട്ടങ്ങൾ അവളെ സംതൃപ്തിയാക്കിയില്ല. അപ്പോഴാണ് അവൾ കൂടുതലായി ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നിയത്. പക്ഷേ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചാൽ ഭൗതികമായവയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നായിരുന്നു അവളുടെ ആശങ്ക. ഭൗതിക നഷ്ടം ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കാൻ മടിച്ചു നിന്ന റബേക്ക ഒരുപക്ഷെ നമ്മിൽ പലരുടെയും പ്രതിനിധിയായിരിക്കും. ദൈവത്തെ ഉള്ളു തുറന്ന് സ്നേഹിച്ചാൽ ഇപ്പോഴനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ കുറയ്ക്കേണ്ടി വരുമെന്ന് നാം ഭയപ്പെടാറില്ലേ? അവിടുത്തെ വഴിയിലൂടെ നടന്നാൽ ധനസമ്പാദനത്തിനുള്ള സാധ്യതകൾ കുറയും എന്ന് നാം ശങ്കിക്കാറില്ലേ? അവിടുത്തെ സാന്നിധ്യത്തിൽ ഭൗതിക മോഹങ്ങൾക്ക് സ്ഥാനമുണ്ടാവില്ല എന്ന ആശങ്ക നമുക്കില്ലേ? ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവിടുത്തേക്കാൾ കൂടുതലായി ഭൗതിക വസ്തുക്കളെ സ്നേഹിക്കാൻ നമുക്കാർക്കും ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നതിലേറെ നമ്മുടെ താല്പര്യം പലപ്പോഴും ഭൗതിക വസ്തുക്കൾ സമ്പാദിക്കുന്നതിലാണ്. അവ നമുക്ക് സുരക്ഷിതത്വ ബോധവും സംതൃപ്തിയും തരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. റബേക്ക വിചാരിച്ചിരുന്നതും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ കാലം കുറെ ചെന്നപ്പോൾ ദൈവത്തിലൂടെ യഥാർത്ഥ സംതൃപ്തിയും സമാധാനവും ലഭിക്കൂ എന്നവൾ മനസ്സിലാക്കി. പക്ഷേ അപ്പോഴും ഭൗതിക വസ്തുക്കളും ലൗകികാഗ്രഹങ്ങളും ദൈവത്തിനു വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്നതായിരുന്നു അവളുടെ ആകുല ചിന്ത. എന്നാൽ റബേക്കായുടെ പേടി അസ്ഥാനത്തായിരുന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മെ തന്നെയാണ്. നമ്മുടെ ആത്മസമർപ്പണവും സ്നേഹവുമാണ് അവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഭൗതിക വസ്തുക്കൾ ലഭിച്ചിട്ട് അവിടുത്തേക്ക് എന്ത് കിട്ടാനാണ് എന്ന് അമേരിക്കൻ ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റായ മദർ ആഞ്ചലിക്ക ചോദിക്കുന്നു. മദർ ആഞ്ചലിക്കാസ് ആൻസേഴ്സ് നോട്ട് പ്രോമിസസ് എന്ന ഗ്രന്ഥത്തിലാണ് റബേക്കായുടെ കഥ വിവരിച്ചിരിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിക്കുവാൻ ദൈവം ചിലരോട് ആവശ്യപ്പെടാറുണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ ഭൂരിപക്ഷം പേരും ഭൗതിക സാഹചര്യങ്ങളിൽ ജീവിച്ച് തൻ്റെ അഭീഷ്ടം നിറവേറ്റണമെന്നാണ് അവിടുത്തെ ആഗ്രഹം. ഒരിക്കൽ കുറേ സന്യാസികൾ സുപ്രസിദ്ധ ആധ്യാത്മികാചാര്യനായ ശ്രീരാമകൃഷ്ണനോട് 1836-1886 ഇപ്രകാരം ചോദിച്ചു: ദൈവത്തെ പ്രാപിക്കുന്നതിന് ലോകത്തെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, ദൈവത്തെ പ്രാപിക്കുന്നതിന് എല്ലാം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സ് ദൈവത്തിലായിരിക്കണം. അതല്ലാതെ ദൈവത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. ഒരു കൈകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുക, മറ്റേ കൈകൊണ്ട് അവിടുത്തെ പാദത്തിൽ മുറുകെ പിടിക്കുക. ദി ഗോസ്പൽ ഓഫ് രാമകൃഷ്ണ എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. അതെ, നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തിലായിരിക്കണം. നാം ഭൗതികമായ കാര്യങ്ങളിൽ ആമഗ്നമാകുമ്പോഴും നമ്മുടെ മനസ്സും ഹൃദയവും അവിടുത്തെ സന്നിധിയിലായിരിക്കണം. നാം നടക്കുന്നത് അവിടുത്തോടൊപ്പമാണെങ്കിൽ നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, നമുക്ക് എന്തെല്ലാം ഉണ്ടോ അവയൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനും നമുക്ക് വൈമനസ്യമുണ്ടാകില്ല. നാം ദൈവസന്നിധിയിൽ ചരിക്കുന്നവരാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭൗതിക മോഹങ്ങളും ആഗ്രഹങ്ങളുമാകില്ല. അപ്പോൾ ജീവിതത്തിലെ സുഖസന്തോഷങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയവും നമുക്കുണ്ടാവില്ല.
മറിച്ച് അവിടുത്തെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ ജീവിതം കൂടുതൽ സന്തുഷ്ടവും സമ്മോഹനവുമാകും. എന്നു മാത്രമല്ല, നമ്മുടെ ഭൗതിക മോഹങ്ങളും ആഗ്രഹങ്ങളും അവിടുത്തെ കാരുണ്യത്താൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യും. വെളിച്ചം വിതറിയ വഴികൾ.